മെഡിറ്റേഷൻ എന്നത് ബേസിക്കലി ചെയ്യുക എന്ന് പറയുന്നത് സെൽഫ് എൻക്വയറി അല്ലെങ്കിൽ നമ്മളെ സ്വയം അറിയുക. എന്താണ് നമ്മുടെ എസെൻസ്, എന്താണ് ശരിക്കും നമ്മൾ. അതായത് നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഈഗോയ്ക്കപ്പുറം നമ്മൾ ശരിക്കും യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഉണ്ടോ, ലൈഫിൻ്റെ എന്താണ് ആ ഒരു എന്ന ഒരു ഫീലിംഗ് ശരിക്കും എന്താണ് എന്നൊരു അന്വേഷണമാണ് ഒരാളെ മെഡിറ്റേഷനിലേക്കൊക്കെ കൊണ്ടുവരിക എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഏത് മെഡിറ്റേഷൻ ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്താലും ഏത് മെഡിറ്റേഷൻ എടുത്താലും അതിൻ്റെയൊക്കെ ഒരു അൾട്ടിമേറ്റ് എൻഡ് എന്ന് പറയുന്നത് ഒരു സെൽഫ് റിയലൈസേഷൻ എന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരും എന്നാണ് മെഡിറ്റേഷൻ്റെ ഡീപ്പർ എക്സ്പീരിയൻസസ് അനുഭവിച്ചിട്ടുള്ള മാസ്റ്റേഴ്സ് ആയിട്ടുള്ള സ്പിരിച്വൽ മാസ്റ്റേഴ്സ് എല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള എന്ന് പറയുന്നത്. സോ എന്താണ് ഈ സെൽഫ് റിയലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുക എന്ന് പറയുന്നത്? സോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലൈക്ക് ഈഗോ എന്നൊരു ഫീലാണ് നമുക്ക് ഞാൻ എന്ന ഒരു ഫീലിങ്ങിലൂടെ നമുക്ക് നോർമലി അറിയാമെന്ന് പറഞ്ഞാൽ, അത് ഈഗോ എന്ന് പറയുമ്പോൾ നമ്മുടെ പേര്, നമ്മുടെ പ്രൊഫഷൻ, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നാളും ജീവിച്ചിരുന്ന റിലേഷൻസ്, അങ്ങനെ നമ്മുടെ പേഴ്സണാലിറ്റി, അങ്ങനെയുള്ള പല പല എക്സ്റ്റേണൽ തിങ്സ് മൂലമാണ് നമുക്ക് നോർമലി നമുക്ക് എന്ന ഫീൽ അല്ലെങ്കിൽ ഈഗോയെ നമുക്ക് അറിയുക, ഈഗോ എന്ന കാര്യത്തെ നമ്മൾ ഡിഫൈൻ ചെയ്യുക എന്ന് പറയുന്നത്. സോ ഈഗോയ്ക്ക് അപ്പുറം എന്താണ് ശരിക്കും ഞാൻ എന്ന ഒരു ഫീൽ എന്താണ്? സോ ആ ഒരു അന്വേഷണമാണ് ശരിക്കും മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഒരു സെൽഫ് എൻക്വയറി പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ മെഡിറ്റേഷനിലൂടെ നമ്മൾ എങ്ങനെ ആ ഒരു സെൽഫ് റിയലൈസേഷൻ സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെഡിറ്റേഷൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു തോട്ട്ലെസ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഓഫ് നോ മൈൻഡിലേക്ക് നമ്മളെ എത്തിക്കുക എന്നതാണ് മെഡിറ്റേഷൻ്റെ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചിന്തകളില്ലാത്ത അവസ്ഥ, ഒരു സൈലൻറ്റ് സ്പേസ് ഓഫ് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ കോൺഷ്യസ്നെസ്സിൻ്റെ ഒരു തോട്ട്സ് കൊണ്ടെല്ലാം മിക്സപ്പ് അല്ലാത്ത ഒരു സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് നമ്മൾ നോർമലി എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറയുന്നത്. നമ്മുടെ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് അതൊരു എന്താ പറയുന്നത്, തോട്ട്സ് മൂലം മിക്സപ്പ് ആയിട്ടുള്ള കളേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ആണ്. സോ ഈ ചിന്തകളെല്ലാം മാറിയിട്ട് ഒരു തോട്ട്ലെസ് സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് നമ്മുടെ ആ ഒരു യഥാർത്ഥ സെൽഫ് അല്ലെങ്കിൽ ശരിക്കും നമ്മൾ എന്താണ്, ഹൂ ആം ഐ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ലഭിക്കുക എന്ന് പറയുന്നത് ആ ഒരു നോ മൈൻഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ തോട്ട്ലെസ് സ്റ്റേറ്റ്. ചിന്തകളില്ലാത്ത അവസ്ഥയ്ക്ക് പറയുന്ന മറ്റൊരു പേരാണ് നോ മൈൻഡ്. മൈൻഡ് എന്ന് പറയുന്ന ചിന്തകൾ, തിങ്കിങ് പ്രോസസ്സാണ്. സോ മൈൻഡ് അവിടെ സൈലൻ്റ് ആകുമ്പോൾ, മൈൻഡ് ഇല്ലാത്തൊരു അവസ്ഥയിലാണ് നമുക്ക് നമ്മളെ അറിയാൻ സാധിക്കുക, നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് എന്ന് അറിയാൻ സാധിക്കുക എന്നാണ് ഈ മാസ്റ്റേഴ്സ് എല്ലാം തന്നെ പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത്. സോ പിന്നെ ചില മാസ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുക എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് സെൽഫ് ഇല്ല എന്നാണെന്ന് പറയുന്നത്. സോ സെൽഫ് അന്വേഷിച്ച് അവർ പോയി കഴിയുമ്പോൾ അവർ പറയുന്നത് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് കോൾഡ് എ നോ സെൽഫ് റിയലൈസേഷൻ. സെൽഫ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഇലൂഷൻ ആണെന്നാണ് പറയുന്നത്. അത് നമുക്ക് നമ്മുടെ ആ ഒരു എന്താ പറയുന്നത് നോർമൽ സ്റ്റേറ്റിൽ നമുക്ക് ആ ഒരു അല്ലെങ്കിൽ ഞാൻ ആക്ച്വലി നമുക്ക് സെൽഫായിട്ട് ഫീൽ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഈഗോയാണെന്നാണ് പറയുന്നത്. ഈഗോയാണ് ആക്ച്വലി നമുക്ക് ഞാൻ എന്നൊരു ഫീലിംഗ് നമ്മൾ കൊണ്ടുവരിക എന്ന് പറയുന്നത്. സോ ഈ ശരിക്കും ഈഗോ റിയൽ ആണോ, ഈഗോയ്ക്കപ്പുറം ഒരു റിയൽ സെൽഫ് ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് പോകുമ്പോൾ നമുക്ക് ആക്ച്വലി ഒരു നോ സെൽഫ് റിയലൈസേഷൻ, അതായത് സെൽഫ് ഇല്ല. ബുദ്ധനും ഇത് പറഞ്ഞിട്ടുണ്ട്. അതായത് ആക്ച്വലി നോ സെൽഫ്, അതായത് നമ്മളില്ല, ശരിക്കും ഞാനില്ല എന്ന ഒരു ഇതാണ് ബുദ്ധന് റിപ്പോർട്ട് ചെയ്തിരിക്കുക എന്ന് പറയുന്നത്. ജസ്റ്റ് കോൺഷ്യസ്നെസ് മാത്രമാണ്, വി ആർ പ്യുവർ കോൺഷ്യസ്നെസ്. ആ ഒരു സെപ്പറേഷൻ ഇല്ല. ഒരു ഞാനെന്ന ഒരു ഇലൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു അൺഅവെയർനെസ്, നമ്മുടെ നോർമലി എക്സിസ്റ്റ് ചെയ്യുന്ന നമ്മൾ ആ ഒരു അബോധമായ കൂടുതലും അബോധാവസ്ഥയിലും കുറച്ച് ബോധാവസ്ഥയിലുമാണ് നമ്മൾ നോർമലി എക്സിസ്റ്റ് ചെയ്യാന്ന് പറയുന്നത്. സോ ആ ഒരു സ്റ്റേറ്റിലാണ് നമുക്ക് ആ ഒരു ഈഗോ ഫീൽ ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്നൊരു ഫീലിംഗ് വരിക എന്ന് പറയുന്നത്. സോ നമ്മുടെ ബോധം കൂടുമ്പോൾ, നമ്മുടെ അവബോധം നമ്മളിൽ ഇൻക്രീസ് ചെയ്യാൻ തോന്നുമ്പോൾ, നമ്മൾ അവയർനെസ്സിൽ കൂടുതൽ വർക്ക് ചെയ്യാൻ നേരത്ത്, മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അവയർനെസ് ആണ്, നമ്മുടെ അവയർനെസ് കൂടി ഡീപ്പ് ആകും തോറും നമുക്ക് ആ ഒരു ഈഗോയുടെ ഇലൂഷൻ നമുക്ക് മനസ്സിലാകുമെന്നാണ് പറയുന്നത്. സോ അൾട്ടിമേറ്റ് സ്റ്റേറ്റ് ഓഫ് അവയർനെസ്സിൽ ദർ ഇസ് നോ സെൽഫ് എന്നാണ് ബുദ്ധൻ പറഞ്ഞിട്ടുള്ളത്. ഓഷോയും പറഞ്ഞിട്ടുണ്ട്. ഓഷോയും ഇതൊക്കെ റിപ്പോർട്ട് ചെയ്താണ്, എക്സ്പീരിയൻസ് ചെയ്ത് എല്ലാവരും ഇതേ ഒരു കാര്യം നോ സെൽഫ് റിയലൈസേഷൻ പറഞ്ഞു. സോ once the ego disappears, there is nothing, only emptiness, nothingness, ഒരു പ്യുവർ കോൺഷ്യസ്നെസ് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. സോ ദാറ്റ് പ്യുവർ കോൺഷ്യസ്നെസ് ആക്ച്വലി ഗീവ്സ് ഫ്രീഡം ആണ്, ഒരു എക്സ്ട്രീം സെൻസ് ഓഫ് ഫ്രീഡം, ഒരു ബ്ലിസ് ഒക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഈഗോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഞാൻ എന്നൊരു ഫീലിംഗ് ആണ് എപ്പോഴും നമുക്കൊരു സെപ്പറേഷൻ, ഒരു ബേർഡൻ. ഈഗോ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ബേർഡൻ, ഒരു ഭാരമാണ്. ഞാൻ വേറെ നീ വേറെ, നമ്മളെന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്കൊരു പേടിയും ഭയവും ഈ മരണ ഭയമൊക്കെ വരിക എന്ന് പറയുന്നത് എപ്പോഴും ഈഗോയിൽ നമ്മൾ ജീവിക്കുമ്പോഴാണെന്നാണ് ഇന്ന് മെഡിറ്റേഷനിലൊക്കെ പറയാമെന്ന് പറയുന്നത്. സോ വൺസ് യു റിയലൈസ് ദാറ്റ് ദർ ഈസ് നോ ഈഗോ, ഇറ്റ് ഗീവ്സ് യു ഫ്രീഡം. പിന്നെ നമുക്ക് ഭയക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തെങ്കിലും പറ്റുമോ, ഞാൻ മരിക്കുമോ, എനിക്കെന്തെങ്കിലും കുഴപ്പം വരുമോ എന്നുള്ള ഒരു ഇംപ്രിസൺമെൻ്റ് ആണ് നമുക്ക് എപ്പോഴും ഒരു ഫിയർ നമ്മൾ കൊണ്ടുവരിക എന്ന് പറഞ്ഞത്. സോ വൺസ് ദ ഈഗോ ഡിസപ്പിയേഴ്സ്, ഓൾ ഫിയേഴ്സ് ഡിസപ്പിയേഴ്സ് ആൻഡ് യു എക്സ്പീരിയൻസ് ബ്ലിസ്, ഫ്രീഡം. എന്തുകൊണ്ട് മെഡിറ്റേഷൻ്റെ അൾട്ടിമേറ്റ് സ്റ്റേറ്റിൽ ഫ്രീഡം, ബ്ലിസ്
അങ്ങനെ ഒരു പരമാനന്ദം ലഭിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദർ ഈസ് നോ സെൽഫ് എന്ന ഒരു ഈഗോലെസ്നെസ് ആണ് നമ്മളിൽ ആ ഒരു ഫ്രീഡം, ഒരു എക്സ്പീരിയൻസ് ഓഫ് ഇമ്മെൻസ് ബ്ലിസ് ഒക്കെ നമ്മളിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് വാട്ട് ദ പ്രോസസ് ഓഫ് മെഡിറ്റേഷൻ ഈസ്. ജസ്റ്റ് ആക്ച്വലി എ സെൽഫ് എൻക്വയറി പ്രോസസ്സാണ്. സോ അതിലൂടെ നമ്മൾ സെൽഫ് എൻക്വയറിയിലൂടെ ആ ഒരു എന്താണ് യഥാർത്ഥത്തിൽ നമ്മൾ എന്ന ഒരു അന്വേഷണവും തിരിച്ചറിയുമാണ് ഒരു മെഡിറ്റേറ്ററിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്ന, ഒരു മെഡിറ്റേഷനിലേക്ക് പോകുന്ന ഒരാളുടെ ഇതെന്ന് പറയുന്നത്. സോ അതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ഫ്രീഡമാണ് എല്ലാ മെഡിറ്റേഷൻ്റെയും ഒരു ലക്ഷ്യം. അതിനുള്ള പ്രോസസ്സാണ് സെൽഫ് എൻക്വയറി എന്ന് പറയുന്നത്. So that's in this video. Hope you understand everything. Thank you for watching.